ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്മാർട്ട് ഫോണുകളെ പറ്റി നമ്മൾ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്ന കുറച്ച് മണ്ടത്തരങ്ങളെ പറ്റിയിട്ടാണ്. ഒന്നാമത്തെ മണ്ടത്തരം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താൽ ബ്രെയിൻ ക്യാൻസർ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടാവും എന്നുള്ള ഒരു മണ്ടത്തരമാണ്. ഇത് ലോക മണ്ടത്തരമാണ് ഗൈസ്. ഇങ്ങനെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താൽ ഒരിക്കലും ബ്രെയിൻ ട്യൂമറോ ബ്രെയിൻ ക്യാൻസറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സ്മാർട്ട് ഫോണിൽ നിന്ന് ഉണ്ടാകുന്നത് ഒരു റേഡിയോ വേവ് ആണ്. അപ്പോൾ ഈ ഒരു റേഡിയോ വേവ് സാധാരണ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന റേഡിയോസിലും ടി വിയിലൊക്കെ കാണുന്ന ഒരു റേഡിയോ വേവ് ആണ്. അപ്പോൾ ഈ ഒരു റേഡിയോ വേവ് കാരണം നമ്മുടെ ബോഡിക്ക് ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്ന കാര്യമല്ല. രണ്ടാമതായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് ഫോൺ ഓവറായിട്ട് ചാർജ് ചെയ്താൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഫോൺ ചാർജിന് ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കാം അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കരിഞ്ഞു പോകാമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സ്മാർട്ട് ഫോൺ ഇങ്ങനെ ഓവർ ചാർജ് ചെയ്യുന്നത് വഴി ഒരിക്കലും സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ഫോൺ സ്മാർട്ടാണ്. അതാണ് കാരണം, വേറെ ഒന്നുമല്ല. നമ്മുടെ ഫോൺ 100% ചാർജ് ആയതിനു ശേഷം ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ചാർജിങ് കട്ട് ഓഫ് ആവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഫോണിലോട്ട് പിന്നെ അങ്ങോട്ട് ചാർജ് കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതല്ല, അല്ലെങ്കിൽ ചാർജ് കയറുന്നില്ല. അവിടെ വെച്ച് ഇതിന് സ്മാർട്ട് ഫോണിൻ്റെ ഒരു ചാർജിങ് പ്രൊസീജിയർ കട്ടാവുന്നതാണ്. അത് കാരണം നമ്മുടെ ഫോണിലോട്ട് ചാർജ് കയറുന്നതല്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോണിൻ്റെ വാട്ടർ പ്രൂഫിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഒരു ഫോൺ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരു സ്മാർട്ട് ഫോണും 100% വാട്ടർ പ്രൂഫ് അല്ല. അത് കാരണത്താലാണ് കമ്പനികൾ ഫോണിന് വാട്ടർ പ്രൂഫിന് വാറണ്ടി കൊടുക്കാത്തത്. അല്ലെങ്കിൽ നമ്മളുടെ ഫോണ് വെള്ളത്തിൽ വീഴുന്ന നശിച്ചു പോയാൽ ഒരു കമ്പനികൾ ഫോണുകൾക്ക് വാട്ടർ പ്രൂഫ് വാറണ്ടി കൊടുക്കാത്തത്.